അസ്സലാമലൈക്കും. ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. എന്താണ് സെൽഫ് ലവ്? സെൽഫ് ലവ് ശരിക്കും ഒരു സെൽഫിഷ്നെസ് ആണോ? അങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ടല്ലേ? സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കാര്യങ്ങളൊക്കെ ഒരു സെൽഫിഷ്നെസ് ആണ് എന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ടല്ലേ? സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്നെസ്. സെൽഫ് ലവ് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മളെ സെൽഫായിട്ട് നമ്മൾ സ്നേഹിച്ചാൽ മാത്രമുള്ളൂ. നമ്മളെ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ കഴിയുള്ളൂ. അതെങ്ങനെ? നമ്മളെ സ്വയം സ്നേഹിച്ചാലാണ് നമ്മൾക്ക് കൂടുതൽ കെയർ കൊടുത്ത് നമ്മളെ കാര്യങ്ങളെല്ലാം മൈൻഡും ഹെൽത്തും അതുപോലെ ഫിസിക്കലി ഹെൽത്തും എല്ലാം നമ്മൾ നല്ലതായി വെച്ചാലുള്ളൂ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് അതുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറിച്ച് നമ്മളെ തീരെ ശ്രദ്ധിക്കാതെ നമ്മളെ ഹെൽത്തും ഒന്നും നമ്മൾ തീരെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ വീക്കാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ നമുക്ക് ശരിക്ക് സ്നേഹിക്കാനോ അവരെ ശരിക്ക് കെയർ ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഓക്കെ ആവില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കാൻ കഴിയാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് പറയുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളും ഡിസർവ്ഡ് ആണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ കറക്റ്റ് ഫുഡ് റെഡിയാക്കി കൊടുക്കും, അവരെ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്കൊരു അസുഖം വന്നാൽ നമ്മൾ അവരെ കെയർ ചെയ്യും, നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ ചുറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കരുണയോടെ മര്യാദയോടെ അവരെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ നമ്മളോടോ നമുക്കൊരു അസുഖം വന്നാൽ ശരിക്കും നമ്മളോട് കരുണ കാണിക്കാറുണ്ടോ? അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ലേ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളും ഡിസർവ്ഡ് ആണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായി പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നാണ്. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ എല്ലാത്തിലും നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുമോ, അത് മറ്റുള്ളവർക്ക് എന്താ തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതങ്ങനെയൊന്നുമല്ല. നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഇമോഷണലി ബൗണ്ടറി ഉണ്ട്, അതുപോലെ ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ ബൗണ്ടറീസ് ഉണ്ട്. ഇതിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവർ അമിതമായി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത് നമുക്ക് തന്നെയാണ്. നമ്മളെ ഇമോഷൻസ് മറ്റുള്ളവർ അമിതമായിട്ട് നമ്മളെ മുതലെടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളത് വലിയ വിഷമത്തിലേക്കും ഡിപ്രഷനിലേക്കും ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം വരാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആവണം. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മുടെ ഇമോഷണലി തകർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറാൻ സമ്മതിക്കാതിരിക്കുക. നമ്മുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഏത് ലെവലിലെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് പ്രവേശിച്ചാലാണ് നമുക്ക് അത് ബാധിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ള സാഹചര്യം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മളെ യൂസ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവിടെ ബൗണ്ടറി വെച്ചേ തീരൂ. നമ്മളവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് നമ്മളോട് കാണിക്കുന്ന ഒരു മര്യാദയാണ്, റെസ്പെക്റ്റാണ്. അതുപോലെ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും എനിക്ക് ചെയ്യാൻ കഴിയൂ എന്ന ഒരു ബൗണ്ടറി നമ്മൾ വെക്കണം. കാരണം നമുക്ക് ചെയ്യാൻ കഴിയാത്ത റിസ്ക് നമ്മൾ തലയിൽ ഏറ്റെടുക്കാൻ പാടില്ല. അത് നമ്മളോട് ചെയ്യുന്ന ഒരു സെൽഫ് ലവ് ആണ്. ഇനി കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ബൗണ്ടറി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ നമ്മുടെ സ്പേസിൽ കയറി വരും. ഇത് നമ്മുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തും. ഇനി ബൗണ്ടറീസ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് നമ്മുടെ മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ നോ പറയേണ്ട സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നോ പറയണം. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും
നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു തോട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കഴിയാത്ത കാര്യങ്ങളാണെങ്കിലും യെസ്, ഓക്കെ, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മതിക്കും. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തേ തീരൂ എന്ന് ഈ ഭൂമിയിൽ ഒരു നിയമവുമില്ല. അതുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങൾ ഒക്കെ ഓക്കെ. പക്ഷെ പറ്റാത്തൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നാൽ അതെനിക്ക് കഴിയില്ല എന്ന് നമ്മൾ തുറന്ന് പറയണം. അത് നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഒരുപാട് ഫ്രീ ആവാൻ, റിലാക്സ് ആവാൻ നമ്മളെ സഹായിക്കും. അതൊരു സെൽഫ് ലവ് ആണ്. നമ്മൾ നമ്മളോട് കാണിക്കേണ്ട ഒരു ബേസിക് മര്യാദയാണ്. ഇനി നമ്മൾ നമ്മളോട് എങ്ങനെ സംസാരിക്കാം എന്ന്, എങ്ങനെയാണ് ശരിക്കും നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്? വളരെ മാന്യമായി സംസാരിക്കുക. ശരിക്കും നമ്മൾ നമ്മളെ ചുറ്റുള്ളവരൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത്രയും മാന്യമായിട്ട് അത്രയും നമ്മൾ വിനയത്തോടു കൂടി സംസാരിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ ഇന്നർ പീസിൻ്റെ സമാധാനം വരെ നമ്മൾ കെടുത്തും. അപ്പം നമ്മൾ നമ്മളോട് വളരെ നല്ല മാന്യമായി സംസാരിക്കുക. നിനക്കതിന് കഴിയുമെന്നുള്ള പോസിറ്റീവ് സംസാരം നമ്മൾ സംസാരിക്കുക. ഫുൾ നെഗറ്റീവ് ആവാതെ നമ്മളെ തന്നെ ഇങ്ങനെ എന്താ നീ ഇങ്ങനെയെന്ന് പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യാതെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുക. അത് നമ്മളൊരു സെൽഫ് ലവ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ സമയം മാറ്റിവെക്കുക. അതായത് ഇപ്പം നമുക്ക് മറ്റുള്ളവരൊന്നും നമ്മുടെ കൂടെ വേണമെന്നില്ല, നമ്മൾ ഒറ്റക്കാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല, ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നല്ല ഒരു കോഫി കുടിക്കുക ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരും ഇല്ലെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യും, മറ്റെല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ കോഫി ഇടും, ചായ ഇടും, ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതെല്ലാം വേണ്ടെന്ന് വെക്കൂല. അപ്പോൾ അതുപോലെയാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ്, ചെറുതായിട്ടാണെങ്കിലും ചെറിയ സ്നാക്സ് ഐറ്റംസ്, കോഫി, ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് കൊടുക്കുന്നൊരു സന്തോഷമാണ്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ സന്തോഷത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക. ആ കാര്യങ്ങൾക്ക് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചോദിക്കുക. അത് ആരോട് ചോദിക്കണം? അനുയോജ്യരായ ആളുകളോട് മാത്രം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ആളുകളുണ്ടാവില്ല, അവരോട് ചോദിക്കുക. ഇപ്പം നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഭയങ്കര തകർന്നൊരവസ്ഥയിലാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾക്ക് സമാധാനം തരാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരുപാട് സമാധാനം കിട്ടും. ഒരാളോട് കൂടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സമാധാനം കിട്ടും. അത് നമ്മളെ സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. നമ്മളെ ഏറ്റെടുത്ത് ഇനിയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുക, നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, നമ്മളെ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഒക്കെ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ ബൈ.